നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൊട്ടി തകർന്നിരിക്കുന്നു. ക്രിസ്റ്റൽ പാലസ് ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് അവരെ തോൽപ്പിച്ചു വിട്ടത്. പാലസിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഒലിസയുടെ 2 ഗോളുകൾ, മറ്റേറ്റയും അതുപോലെ മിച്ചിലും ഓരോ ഗോളുകളും കണ്ടെത്തിയപ്പോൾ യുണൈറ്റഡ് തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് പരിക്ക് കാരണം ഈ മത്സരം കളിച്ചില്ല. അദ്ദേഹത്തിന്റെ സീനിയർ കരിയറിൽ ആദ്യമായിട്ടാണ് പരിക്ക് കാരണം ഒരു ക്ലബ് മത്സരം മിസ് ചെയ്യുന്നത്. അതേസമയം കാസമിറോയുടെ പരിതാപകരമായിട്ടുള്ളൊരു പ്രകടനം അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വലിയ രൂപത്തിൽ പിന്നോട്ടടിക്കുകയും ചെയ്തു. നോക്കുക, പാലസിന്റെ ആദ്യ ഗോൾ ഒലീസ് നേടുമ്പോൾ ആ ഒരു ടാക്കിൾ മിസ്സാവുന്നു കാസമിറോക്ക്. പിന്നെ ഡീൻ എൻഡേഴ്സിനെ ഫൗൾ ചെയ്തതുകൊണ്ട് ഗോൾ ഓവർടേൺ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ പാലസിന്റെ സെക്കൻഡ് ഗോളിൽ അദ്ദേഹത്തിന് വീണ്ടും ടാക്കിൾ മിസ്സാവുന്നു. പിന്നെ ഓഫ് സൈഡ് കാരണം ഗോൾ ഓവർടേൺ ചെയ്യപ്പെടുന്നു. പാലസിന്റെ 4th ഗോളിൽ അദ്ദേഹം ഡിസ്പോസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ കാസമിറോയുടെ രാത്രിയായിരുന്നില്ല ഇന്നലെ. അദ്ദേഹത്തിന്റെ മോശം പ്രകടനം യുണൈറ്റഡിന് വലിയ തിരിച്ചടിയായി. ഈ കളിയിൽ ഹോയ്ലൻഡിനെ മുന്നിൽ നിർത്തി തൊട്ടുപുറകിൽ ഗർനാച്ചോ, മേസൺ മൗണ്ട്, ആന്റണി എന്നിവരെയൊക്കെ നിർത്തിക്കൊണ്ടാണ് എറിക് ടെൻ ഹാഗ് തന്റെ ടീമിന്റെ മുന്നേറ്റങ്ങൾ ഒരുക്കിയിരുന്നത്. പക്ഷേ എതിരാളികളാണ് മുന്നേറ്റങ്ങൾ നയിക്കുകയും പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ട് യുണൈറ്റഡിനെ പിച്ച് ചീന്തി വിട്ടത്. കളിയുടെ 12ാമത്തെ മിനിറ്റിൽ തന്നെ ഒലീസയിലൂടെ ക്രിസ്റ്റൽ പാലസ് ലീഡെടുത്തു. 40ാമത്തെ മിനിറ്റിൽ മറ്റേറ്റ കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളിന്റെ ലീഡുമായിട്ടാണ് ക്രിസ്റ്റൽ പാലസ് ഇടവേള സമയത്ത് കളിക്കളം വിട്ടത്. 2ാം പകുതിയിലും അവർ ഗോളുകളടി തുടർന്നു. 58ാമത്തെ മിനിറ്റിൽ മിച്ചലും 66ാമത്തെ മിനിറ്റിൽ ഒലീസയും കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ വമ്പൻ പരാജയം യുണൈറ്റഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. യുണൈറ്റഡ് ഇപ്പോൾ 35 കളികളിൽ നിന്ന് 54 പോയിന്റുമായിട്ട് ചെൽസിക്ക് പുറകിൽ 8ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.